ഇനി അടുത്തൊരു സങ്കീർത്തനം പറഞ്ഞു, 27-ാം സങ്കീർത്തനം പറഞ്ഞേ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളിൽ ശത്രുക്കളമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസത്തിന് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് ബുദ്ധം നേരിട്ടാൽ ഞാൻ ഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എവിടെ മനോരഥം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തെ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തി. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ തലയിരും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാവ് അർപ്പിക്കുക. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അല്ലണമേ. നിൻ്റെ മുഖം അന്വേഷിപ്പേൻ, നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ നിൻ്റെ മുഖം എനിക്ക് മറക്കല്ലേ, അടിയനെ കോപത്തോട് നീക്കിക്കളയരുത്. എൻ്റെ തുണയായുള്ളവനെ എന്നെ സഹായിപ്പാൻ വേഗം വരണം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവയെ എന്നെ ചേർത്തുള്ളൂ. യഹോവയെ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ശത്രുക്കളെ മൊത്തം നേരെയുള്ള പാതയിൽ നടത്തണം. എൻ്റെ വഴിയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുത്. കള്ളസാക്ഷ്യം ക്രൂരതയും നിശ്വസിക്കുന്നവർ എന്നോട് എതിർത്തെടുക്കും. ഞാൻ ജീവനോട് ദേശത്തേക്ക് കൂടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ട് എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. വളരെ നല്ല പോലെ അമ്മച്ചി അതെല്ലാം ഓർത്തിരിക്കുകയാണ്. ഇത്രയും പ്രായമായ ഞങ്ങൾക്ക് പോലും ഇതുപോലുള്ള സങ്കീർത്തനങ്ങളൊന്നും കാണാൻ പറയാൻ പറ്റുകയില്ല. ഇനി ഏത് സങ്കീർത്തനമാണ് കാണാതറിയാവുന്നത്? 84-ാം സങ്കീർത്തനം. പറഞ്ഞേ. 34-ാം സങ്കീർത്തനം. സൈന്യങ്ങളെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിൽ ഒരു വീടും മേൽപ്പിച്ച് കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളെ യഹോവേ, നിൻ്റെ യാഗപീഠങ്ങൾ തന്നെ. നിൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സ് സിയോനിലേക്കുള്ള പെരുവഴിയുണ്ട്. കണ്ണുനീർ താഴ്വരി കൂടി നടക്കുമ്പോൾ അവരെ നീ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമാകുന്നവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനി ദൈവത്തിനെ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിയായ ദൈവമേ, നോക്കണമേ. നിൻ്റെ അഭിഷക്തൻ്റെ മുഖത്തെ കടാക്ഷിക്കണം. നിൻ്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ യഹോവയുടെ ആലയത്തിൽ വാതിൽ കാവൽക്കാരൻ നിൽക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യന് പരിചയമാവുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവയെ നിന്നെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് കൊട്ടാരക്കരയ്ക്കടുത്ത് പൂയപ്പള്ളി എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു അമ്മച്ചിയെ കാണാമെന്നാണ്. ഈ അമ്മച്ചിയുടെ പേര് ചിന്നമ്മ. ഈ അമ്മച്ചിക്ക് 97 വയസ്സുണ്ട്. ഈ 97 വയസ്സുള്ള ഈ അമ്മച്ചി സങ്കീർത്തനങ്ങളൊക്കെ ഇപ്പോഴും കാണാതെ പറയും. അതുപോലെ പഴയ നല്ല ഗാനങ്ങൾ ആലപിക്കും. അപ്പോൾ ഈ 97 വയസ്സുള്ള ഈ അമ്മച്ചിയിൽ നിന്ന് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാനായിട്ടുള്ളൊരു നല്ല അവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാൻ ഈ അമ്മച്ചിയെ കാണാൻ വേണ്ടി മാത്രം വന്നാണ് ഈ കൊട്ടാരക്കരയിൽ. അപ്പോൾ അമ്മച്ചി, ദൈവം അമ്മച്ചിയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അമ്മച്ചിയുടെ പേര്, അതുപോലെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നൊന്ന് പറയാമോ? ഇപ്പോഴും എൻ്റെ മോള് മാത്രമേ കൂടെ ഉള്ളൂ. അല്ല, അമ്മച്ചിക്ക് മക്കൾ എത്ര പേരാ? 9 പേരുണ്ട്. 9 മക്കളുണ്ട്. ഒരാൾ മരിച്ചു പോയി. ആളിന് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവർ വേറെ താമസിക്കുന്നു. പറഞ്ഞോ. പിന്നീട് ഇപ്പം എല്ലാവരും വേറെ, എല്ലാവരും ഓരോരുത്തരും വേറെ വേറെ താമസമാണ്. ഇപ്പം എല്ലാവരും അവനവന് വീടുകളിലായപ്പോഴേ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. അവൾക്കൊരു കുഞ്ഞുണ്ട്. ഞങ്ങളിങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മച്ചിയൊക്കെ എത്ര നാളായി ഈ വിശ്വാസത്തിൽ വന്നിട്ട്? പാരമ്പര്യമേ വിശ്വാസികളാണ്. സർച്ചക്ക് ബോർഡിലെ വിശ്വാസിയായിരുന്നു എൻ്റെ അപ്പനും അമ്മയൊക്കെ. പിന്നെ ബുക്സാഹിബിൻ്റെ കാലത്ത് വിശ്വാസത്തിൽ വന്നവരാ. അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നപ്പം വിശ്വാസികളൊന്നും. അമ്മച്ചി കുക്ക് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. 3 മക്കളുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. 2 ആണും 1 പെണ്ണും ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചിക്ക് എത്ര വയസ്സുള്ളപ്പോഴായി കുക്ക് സാഹിബിനെ കണ്ടത്? എനിക്കൊരു 6-7 വയസ്സ് കാണണം, അത്രേ ഉള്ളൂ. നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ട് അല്ലേ? നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ, അതായത് അവരൊക്കെ ഈ വിശ്വാസത്തിലായിരുന്നു, പെന്തക്കോസ് വിശ്വാസത്തിലായിരുന്നു. കുക്ക് സാഹിബിൻ്റെ കാലത്ത് കുക്ക് സാഹിബിൻ്റെ കാലത്ത് അമ്മച്ചി രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു. അപ്പം അച്ഛൻ പിന്നെ IPCയിലെ പിന്നെ കുണ്ണുണ്ണി സാറിൻ്റെ
ചർച്ചിലായി, വിശ്വാസത്തിൽ വന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിൽ അവർ ഞങ്ങളെ വളർത്തി. അപ്പോൾ ഇവിടെ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് എത്ര നാളായി? ഒരു 65 വർഷത്തിന് മേളിൽ. 65 വർഷത്തിന് മേളിലായി. അപ്പം മക്കൾ 9 പേര്. ഒരാൾ മരിച്ചുപോയി. ഒരാൾ മരിച്ചുപോയി, ബാക്കി എല്ലാവരും ഉണ്ട്. ആ, അപ്പോൾ ഈ അമ്മച്ചിയൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താ? മാതാപിതാക്കൾ വിശ്വാസികളായതുകൊണ്ടാണോ? ആണ്. അപ്പോൾ അതിന് ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ പെന്തക്കോസ്റ്റൽ സഭയെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? വിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നോ? അന്ന് എല്ലാ വിശ്വാസികളായിരുന്നില്ല. വളരെ നടന്നരഞ്ഞ് കഷ്ടപ്പെട്ട് ഒന്നും കഴിക്കാനില്ലാതെ വളരെ ബന്ധപ്പെട്ട് അന്നത്തെ കാലത്ത് വിശ്വാസത്തിൽ ആളുകൾ പോയത്. നമ്മളെ കൂട്ടി ഇന്നത്തെ കൂട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല. ഒരു കാലം കുടയുമായിട്ട് അവർ നടന്ന് വളരെ കഷ്ടപ്പെട്ട അന്നത്തെ വിശ്വാസത്തിലുള്ള ജീവിതം. പാസ്റ്റർമാരൊക്കെ ഒരുപാട് കഷ്ടത അനുഭവിച്ചു. കാരണം വേറും കട്ടൻ ചീനിയും തിന്നുകൊണ്ട് പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് അവർ കരഞ്ഞു വിളിച്ച് നടന്ന വേല ചെയ്തത്. പിന്നീട് കട്ടൻ ചീനി എന്ന് പറഞ്ഞാൽ ഈ കപ്പ മാത്രമേ ഉള്ളൂ, തിന്നാനൊന്നുമില്ല. ആ കാലങ്ങളിൽ അവരെ ദൈവത്തോട് ചേർന്നവർ വസിച്ചു. നല്ല വിശ്വാസത്തിൽ അവരുടെ ജീവിതം വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ പാരമ്പര്യ ക്രിസ്തീയ വിശ്വാസികളിൽ നിന്നും അതുപോലെ ഹിന്ദു വിശ്വാസികളിൽ നിന്നൊക്കെ വലിയ പ്രതികൂലങ്ങളൊക്കെ നേരിട്ടിട്ടില്ലേ? ഉണ്ട്. കിണറ്റിൽ പോയി വെള്ളം കോരി കുടിക്കാനൊക്കത്തില്ലായിരുന്നു. ബന്ധക്കോസുകാരെന്ന് കേട്ട കിണറ്റിൽ പോയി വെള്ളം കോരി കുടിക്കാനൊക്കത്തില്ല. നമ്മളെ വീട്ടുകളിൽ കയറ്റത്തില്ല. വെള്ള വസ്ത്രം കൊണ്ട് വന്നാൽ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതികൂലം. അമ്മച്ചി പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അതായത് പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ അയലോകംകാരൻ അവരുടെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ സമ്മതിക്കില്ല. അതുമാത്രമല്ല അവരുടെ വീട്ടിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയില്ല. 97 വയസ്സുള്ള അമ്മച്ചിയുടെ അനുഭവമാണ് ഈ പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് പെന്തക്കോസ്തുകാർ അനുഭവിച്ച കഷ്ടതയുടെ കാര്യങ്ങളാണ് അമ്മച്ചി ഈ പറയുന്നത്. അപ്പോൾ ഈ കട്ടൻ കപ്പയായിരിക്കും കൂടുതലുള്ളത് അല്ലേ? കട്ടൻ കപ്പ തിളപ്പിച്ച് 2-3 പ്രാവശ്യം ഊറ്റിയതിന് ശേഷമാണ് കഴിക്കാൻ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ. അതും എവിടെ ചെന്നാലും അതേ ഉള്ളൂ. കട്ടൻ കാപ്പിയും വെള്ളവും കൊടുക്കാൻ നമ്മൾ ഉള്ള ആളുകൾക്കൊന്നും അന്ന് കയറി ചെന്ന് വാങ്ങിക്കാനും കുടിക്കാനും ഒന്നും ആരും കൊടുക്കുകയില്ല. വളരെ കഷ്ടം അനുഭവിച്ച അന്നത്തെ ദേവദാസന്മാർ കഴിഞ്ഞു. ഒരുപാട് കഷ്ടതയും പട്ടിണിയും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച അന്നത്തെ വിശ്വാസത്തിൽ ഒരു വിശ്വാസികളായിരുന്നു. അന്ന് പരിചയമുള്ള പാസ്റ്റർമാർ ആരൊക്കെയായിരുന്നു? അന്നത്തെ പാസ്റ്റർമാർ വളരെ പൊടിനാളിൽ ജോണോപദേശി എന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു. ദാവീദോസ് എന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു. കുഞ്ഞച്ചൻ എന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 ഉപദേശക്കാർ ഇങ്ങനെയുള്ള പേരുള്ള ഉള്ളായിരുന്നു. അവർക്ക് പാവങ്ങളായിരുന്നു, പട്ടിണി പാവങ്ങളായിരുന്നു. പിന്നീട് അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എത്ര യൗവനമായപ്പം എനിക്ക് പരിചയമായത് ഉക്കുസായിപ്പ് കഴിയെ എയ്യപ്രഹാം, PM ബിലിപ്പ്. എബ്രഹാം സാറിൻ്റെ ഒക്കെ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. അടുക്കച്ചിട്ടുണ്ട് സ്നാനപ്പെടുത്തിയൊക്കെ. എബ്രഹാം സാറാണോ സ്നാനപ്പെടുത്തിയ അമ്മച്ചിയെ? സൈമൺ സാറാ സ്നാനപ്പെടുത്തി. കൈ സാറും അടുക്ക ഉണ്ടായിരുന്നു. KV സൈമൺ സാറിൻ്റെ കൈക്കീഴിലാണോ സ്നാനപ്പെട്ടത്? ആണ്. കണ്ടോ, അമ്മച്ചിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. KV സൈമൺ സാറിൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട ഒരു അമ്മച്ചിയാണ്. കുമ്പനാട്ട് തെക്ക് വശത്തോടെ കുറയാറ്റ് കടയിൽ സ്നാനപ്പെടുവാനിടയായി. അപ്പോൾ KV സൈമൺ സാറിനെ പരിചയമുണ്ട്, K. എബ്രഹാം സാറിനെ പരിചയമുണ്ട്, PM ബിലിപ്പ്, ഇവരൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ആദ്യ കാലത്തെ IPCയുടെയും മറ്റ് ബ്രദറൻ സഭകളുടെയൊക്കെ ചർച്ച് ഓഫ് ഗോഡിൻ്റെയൊക്കെ സ്ഥാപക നേതാക്കന്മാരുമായിട്ടൊക്കെ പരിചയമുണ്ട്. അവരുടെയൊക്കെ ആ സുവിശേഷ തീഷ്ണത അതുകൊണ്ടായി നിൽക്കുന്നു. അപ്പോൾ അമ്മച്ചി നന്നായിട്ട് പാട്ട് പാടും എന്നൊക്കെയാണ് മക്കൾ പറയുന്നത്. ഒരു പാട്ടൊന്ന് പാടാവോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എല്ലാ പാട്ടും സന്തോഷമാണ്. എന്നാലും ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊന്ന് പാടിക്കുക. സ്തോത്രം സ്തോത്രം. ചേർന്ന് പാടിയിടാം നാം, ആർത്തു ഘോഷിക്കാം നാം, ഉണർന്നു വെട്ടം തെളിയിക്ക പ്രിയൻ വരുന്നേ, ഉണർന്നു വെട്ടം തെളിയിക്ക പ്രിയൻ വരുന്നേ. സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ, സന്ധ്യാനേരം വരുമോ പാതിരാത്രിയാകുമോ,
കോഴി കൂകും നേരത്തോ വിഷസിൽ വരുമോ, കോഴി കൂകും നേരത്തോ വിഷസിൽ വരുമോ, ചേർന്ന് പാടിയിടാം നാം ആർത്തു ഘോഷിക്കാം നാം, ഉണർന്നു വെട്ടം തെളിയിക്ക പ്രിയൻ വരുന്നേ, ഉണർന്നു വെട്ടം തെളിയിക്ക പ്രിയൻ വരുന്നേ, ഏഴടി വേഗം മുഴങ്ങും ഭാരിടമാകെ ഞടുങ്ങും, ഏഴടി വേഗം മുഴങ്ങും ഭാരിടമാകെ ഞടുങ്ങും, ഏഴുകാകേളങ്ങൾ ദൂതന്മാരൂതോ, ഏഴുകാകേളങ്ങൾ ദൂതന്മാരൂതോ, നാലുകാറ്റടിക്കും നാലു ദിക്കും വിളങ്ങും, നാലുകാറ്റടിക്കും നാലു ദിക്കും വിളങ്ങും, എൻ്റെ അരുമ മണവാളൻ വേഗം വരുന്നീതാ, അരുമ മണവാളൻ വേഗം വരുന്നീതാ, ആദിത്യൻ്റെ ശോഭ അന്ധകാരമാകും, ആദിത്യൻ്റെ ശോഭ അന്ധകാരമാകും, ചന്ദ്രശോഭ മാറ്റി താരകങ്ങൾ വീഴ്ത്തും, ചന്ദ്രശോഭ മാറ്റി താരകങ്ങൾ വീഴ്ത്തോ, അമ്പേരത്തിന് ശക്തി ആകവയിളാകോ, അമ്പേരത്തിന് ശക്തി ആകവയിളാകോ, ഇമ്മാനുവേൽ രാജൻ വേഗം വരുന്നീതാ, ഇമ്മാനുവേൽ രാജൻ വേഗം വരുന്നീതാ, ശോഭ പരിപൂർണൻ ശോഭയേറുങ്കാന്തൻ, ശോഭ പരിപൂർണൻ ശോഭയേറുങ്കാന്തൻ, ശൂലേങ്കാരി തൻ്റെ പ്രേമവല്ലവൻ ഓ തേജസ്സോടെ വരുന്നു ആകാശത്തിൽ വേഗം, ഏകമനസ്സോടെ യാത്ര തുടരാം, ഏകമനസ്സോടെ യാത്ര തുടരാം, മുത്തിൻ വിലയേറും ക്രിസ്തൻ ഉപദേശം, മുത്തിൻ വിലയേറും ക്രിസ്തൻ ഉപദേശം, ഹൃദയിൽ ധരിച്ചിടുമോ നിത്യകാലവും, നിത്യപിതാവും താൻ പുത്രനും കൂടെന്നും സത്യറുകയിൽ കൂടുള്ളിൽ പാർക്കുമേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അമ്മച്ചി വളരെ നല്ല രീതിയിലാണ് പാട്ടുകൾ പാടുന്നത്. അപ്പോൾ ഈ ഇതൊക്കെ നമ്മൾ പാടി ആരാധിച്ച പാട്ടുകളാണല്ലേ? സന്തോഷമുണ്ട്. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും എങ്ങനെയൊക്കെ പാടി കഴിയുമ്പോഴത്തേക്കും. ഇപ്പം പ്രാർത്ഥനയ്ക്ക് പള്ളിയിൽ പോകാറുണ്ടോ? ഉണ്ട്. അപ്പോൾ എങ്ങനെ പോകും? ഓട്ടോറിക്ഷയ്ക്ക് പോവോ? പള്ളേർ ഓട്ടോറിക്ഷ കൂടെ കൊണ്ടുവരുമിച്ചത് നമ്മുടെ. ഇനി ഇത് മാത്രമല്ല, അമ്മച്ചിക്ക് ഒരുപാട് സങ്കീർത്തനങ്ങളൊക്കെ കാണാതറിയാം. ഏത് സങ്കീർത്തനങ്ങളൊക്കെയാണ് കാണാതറിയാവുന്നത്? അപ്പോൾ ഓർക്കണം, അമ്മച്ചിക്ക് 97 വയസ്സായി, ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഈ സങ്കീർത്തനങ്ങളൊക്കെ കാണാതെ പറയും. ഒന്ന് ഏതെങ്കിലും ഒരു സങ്കീർത്തനം പറഞ്ഞേ. തെറ്റ് വരുന്നെങ്കിൽ ക്ഷമിച്ചു. ഇല്ലല്ല, തെറ്റൊന്നും ഇപ്പം ഈ 97 വയസ്സായ അമ്മച്ചിക്ക് ഇപ്പം തെറ്റ് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സ്തോത്രം. 139 സങ്കീർത്തനം. സ്തോത്രം. 139 സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് വെടിനേൽക്കും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. നീ മുൻപും എൻ്റെ കാവലായിരിക്കുന്നു. നീ മുൻപും പിൻപും എന്നെ അടുത്ത് നിൻ്റെ മേൽ. ഹല്ലേലൂയ, സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. നീ മുൻപും പിന്നും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യല്പതമാകുന്നു. അത് എനിക്ക് ഗ്രഹിച്ചുകൂടാതാണ് ഉന്നതമാകുന്നു. എൻ്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസനെ വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ എവിടെ ഉണ്ട്? പാതാളത്തിൽ എൻ്റെ കിടക്ക വെച്ചാൽ നീ എവിടെ ഉണ്ട്? ഞാൻ ഉഷസും ചിറ ധരിച്ചത് സമുദ്രത്തിൻ്റെ എത്തി എന്ന് വാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെ എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മിളഞ്ഞു. ഭയങ്കര അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുമ്പോൾ എൻ്റെ അസ്ഥിക്കൂടങ്ങൾ പോലും നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ണാകാരമായപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നില്ലാതെ പോയപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിലെഴുതി. ആകത്തുകയും എത്ര വലുത്, അവ എണ്ണിയാൽ മണലിലും അധികം. ഞാൻ ഉണരുമ്പോൾ ഇനി ഞാൻ നിൻ്റെ അടുക്കരിക്കും. നീ ദുഷ്ടനെ നിഗ്രഹിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതന്മാരെ എന്നെ വിട്ടു പോവുകയും അവർ ദോഷമായി നിന്നെക്കുറിച്ച് സംസാരിക്കും. നിൻ്റെ ശത്രുക്കളെ നിന്നെ നാം വെറുതെ എടുക്കുന്നു. യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലോ, നിന്നോട് വെറുക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലോ. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു, ശത്രുക്കളായി എണ്ണുന്നു. അമ്മേ, സ്തോത്രം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദേഷിക്കുന്നു. അവരെ എൻ്റെ ശത്രുക്കളായി എണ്ണുന്നു. യഹോവേ,
സ്തോത്രം സ്തോത്രം. ഇനി അടുത്തൊരു സങ്കീർത്തനം പറഞ്ഞു, 27-ാം സങ്കീർത്തനം പറഞ്ഞേ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവയുടെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളിൽ ശത്രുക്കളമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാൽ എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് ബുദ്ധം നേരിട്ടാൽ ഞാൻ ഭയമായിരിക്കും. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ച് അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, എവിടെ മനോരഥം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തെ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തി. ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേലെ തലേ വീഴും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയോഘോഷയാവ് അർപ്പിക്കുക. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരം അല്ലണമേ. നിൻ്റെ മുഖം അന്വേഷിപ്പേൻ, നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവയെ നിൻ്റെ മുഖം എനിക്ക് മറക്കല്ലേ, അടിയനെ കോപത്തോട് നീക്കി കളയരുത്. എൻ്റെ തുണയായുള്ളവനെ എന്നെ സഹായിപ്പാൻ വേഗം വരണം. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവയെ എന്നെ ചേർത്തുള്ളൂ. യഹോവയെ നിൻ്റെ വഴി എന്നെ കാണിക്കണമേ. ശത്രുക്കളെ മൊത്തം നേരെയുള്ള പാതയിൽ നടത്തണം. എൻ്റെ വഴി ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ച് കൊടുക്കരുത്. കള്ളസാക്ഷ്യം ക്രൂരതയും നിശ്വസിക്കുന്നവർ എന്നോട് എതിർത്തിരിക്കും. ഞാൻ ജീവനോട് ദേശത്തെ കൂടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശിക്കുക, ധൈര്യപ്പെട്ട് എൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. വളരെ നല്ല പോലെ അമ്മച്ചി അതെല്ലാം ഓർത്തിരിക്കുകയാണ്. അങ്ങനെ 3 സങ്കീർത്തനങ്ങൾ കാണാതെ പറഞ്ഞു. ഇനിയുണ്ട്, ഇനി ഒരുപാട് സങ്കീർത്തനങ്ങൾ. ഏതൊക്കെ സങ്കീർത്തനങ്ങൾ അറിയാം? സങ്കീർത്തനം ഇപ്പോൾ പറയട്ടെ, ഏതൊക്കെ സങ്കീർത്തനം അറിയാം? 21-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം, അമ്മച്ചിക്കും അറിയാം. 1-ാം സങ്കീർത്തനം അതെനിക്ക് അത്ര അല്ല, എനിക്ക് 116-ാം സങ്കീർത്തനം അറിയാം. 116-ാം സങ്കീർത്തനം 146 അറിയാം, 148 അറിയാം, 48. പിന്നെ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ 104 ഇങ്ങനെയൊക്കെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. ഇപ്പോൾ ചോദിച്ചാൽ അതെല്ലാം പറയും. 34 പിന്നെ 81. അപ്പോൾ ഇത്രയും നാളത്തെ ഈ 97 വയസ്സ് വരെയുള്ള അമ്മച്ചിയുടെ ജീവിതാനുഭവത്തിൽ ദൈവം അമ്മച്ചിക്ക് വേണ്ടി ചെയ്ത ഒരു അത്ഭുത പ്രവർത്തികൾ, അല്ല ദൈവം എനിക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ പറ്റിയ 1-2 കാര്യങ്ങൾ പറയാമോ? എനിക്ക് അതേ ഉള്ളു പറയാൻ. ദൈവം ചെയ്ത ഉപകാരങ്ങളേ ഉള്ളൂ എനിക്ക് പറയാൻ. ഞാൻ ഒരു കുഞ്ഞു കാര്യം പറയാം. എൻ്റെ ഈ ഇരിക്കുന്ന മോൻ അങ്ങനെ പ്രസവിച്ച് 9-ാം മാസം വരെ നല്ലതുപോലെ നടന്നു. 9-ാം മാസത്തിൽ ഞാനൊരു വീട്ടിൽ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് പോയി. രോഗിയെ കാണാൻ പോയതാ. പോയിട്ട് മടങ്ങി വരുമ്പം ഒരു വീട്ടിൻ്റെ വാതിൽക്ക് വന്നു. അപ്പോൾ ആ വീട്ടിലോട്ട് നോക്കിയപ്പോൾ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് അവർ പറഞ്ഞു. ഞാൻ ഇവനെ കൊടുത്തു. മോനെ എടുത്ത് കളിപ്പിച്ച് കുഞ്ഞ് വയറ്റത്ത് നിന്ന് ചാടുകയും കളിക്കുകയൊക്കെ ചെയ്തു. ആണ് ഇവൻ്റെ എവിടെ കണ്ടാലും അവർ കുറ്റം പറയുന്നേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരു വല്ലാതായി. കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേന് പെട്ടെന്നൊരു ചൂട് കയറിക്കൊണ്ട് വയ്യാതായി. അങ്ങനെ പനിയായി. പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് കിടത്തിയപ്പോൾ പനിയായി. അപ്പോൾ അന്ന് വിശ്വാസത്തിൻ്റെ കൂടുതലൊന്നും ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ല. പ്രാർത്ഥനയിലിരുന്നു. ഒരു 3-4 ദിവസം വരെയും കിടക്കത്തില്ല. ഒറ്റക്കിടപ്പാണ്, ശരിയത്തില്ല, ഇരിക്കത്തില്ല. അങ്ങനെ കിടന്നു. പനി അറിയപ്പം കുളിപ്പിക്കാൻ അതുവരെ അറിയത്തില്ല, തളർന്നു പോയെന്ന് അറിയത്തില്ല. അങ്ങനെ കുളിപ്പിക്കാനെടുത്ത് വെളിയിൽ വെള്ളം കൊണ്ടുവയ്ക്കുമ്പോഴാണ് നിൽക്കത്തില്ല, താഴെ ഞങ്ങൾ വീഴുക ചെയ്തു. അങ്ങനെ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കവന്ന് വീഴത്തില്ല, ചെരിഞ്ഞ് കിടക്കത്തില്ല, എഴുന്നേറ്റിരിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനിവിടുത്തെ പേത്താമി കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്ന് വഴി ചെന്നപ്പം മരിച്ചു പോകുന്നതിലൊക്കെ ആയി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ഞാൻ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അതിന് ശേഷം പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പം പിന്നെ എനിക്ക് ഒരു വലിയ ബലമായി. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുക. അങ്ങനെ പിന്നെ ഞാനൊന്നും ചെയ്തില്ല. അങ്ങനെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ മോൻ ചെയ്യാത്ത പണികളൊന്നുമില്ല, സകല ജോലിയും ചെയ്യും. കാല് വയ്യെങ്കിലും ദൈവം നല്ല ബുദ്ധി, അറിവ്, ജ്ഞാനം, നല്ല ജ്ഞാനികളോട് കൂടെ ഞാൻ പ്രസംഗിക്കാൻ ദൈവം ഇടയാക്കി. എൻ്റെ മോൻ ദൈവത്തെ ആരാധിക്കുന്ന കാണുവാൻ എനിക്കിടയായി, പ്രസംഗിക്കുന്ന കേൾക്കുവാൻ ഇടയായി. ദൈവത്തിന് കൊടുത്തു. ഇന്ന് വരെയും ദൈവസേനയിൽ നിൽക്കുന്ന അനേകർക്ക് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കുന്ന കാണുവാൻ ഇടയായി. സുവിശേഷകനായിട്ട് നിൽക്കുന്നു. നല്ല ജ്ഞാനിയുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കാൻ മിടുക്കനായി നിൽക്കുന്നു. അങ്ങനെ വലിയ അത്ഭുതം ദൈവം എനിക്ക് ചെയ്തു. ഒന്ന്. രണ്ടാമത് ഒരു മോൻ
എൻ്റെ വീടിൻ്റെ ഭാഗത്ത് ഒരു വലിയ പാറയുണ്ട് മേൽഭാഗത്ത്. ആ പാറയുടെ മുകളിൽ കൂടെ നടന്ന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം നടന്നു വരുന്ന സമയത്ത് ഒരു 12 ലോഡ് കല്ല്, കുറഞ്ഞതും 10 ലോഡെങ്കിലും വരും, മെറ്റലും പാറയും കല്ലുമായിട്ട് പൊട്ടിച്ച് കൂട്ടിക്കുക. പാറയുടെ മുകളിൽ കൂടെ നടന്നു വന്നപ്പം ഞാൻ കണ്ടില്ലല്ലോ എന്ന് ഓർത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാറയുടെ മുകളിൽ വെച്ച് കുഞ്ഞങ്ങ് മറിഞ്ഞു പോയി. ഉരുണ്ട് വരുന്നു. 2 പ്രാവശ്യം ഉരുണ്ട്. 3ാമത്തെ പ്രാവശ്യം ഞാനിങ്ങനെ കൈ രണ്ടും മേലോട്ട് ഇട്ട് എൻ്റെ കർത്താവ് എന്നൊന്ന് വിളിച്ച്, ഒറ്റ വിളിയെ വിളിച്ചുള്ളൂ. 3ാമത്തെ മനസ്സിൽ എൻ്റെ കുഞ്ഞ് അവിടെ വന്ന പട്ടിക്കുഞ്ഞ് കിടക്കുന്നത് പോലെ ഒരു തളത്തിനകത്ത് ചെരിഞ്ഞങ്ങ് കിടന്നു. അടുത്ത് എൻ്റെ വെളി 1 ഏക്കർ ഒരിടത്തും താഴെ കേട്ടു. അവർ ഓടി വന്നു എന്തോ ശബ്ദമെന്നും പറഞ്ഞ് ഓടി വരുമ്പം അവർ ചായ ഒഴിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു. ചായയായിട്ട് അവർ വന്നേ. വരുമ്പം ഇവിടെ അങ്ങനെ കിടക്കുന്നു, ഞങ്ങളെല്ലാം അങ്ങനെ വിഷമിച്ച് നിൽക്കുക. അവർ ചെന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് ഒരു പോറൽ പോലും ഏറ്റില്ല. ദൈവം രക്ഷിച്ചു. അങ്ങനെ ഒരു മോള് പെട്ടെന്ന് രാവിലെ 13 വയസ്സുണ്ടായിരുന്നു. പിന്നെ പനിയായിട്ട് തുടങ്ങി. പെട്ടെന്ന് പറമ്പിലോട്ട് ഇറങ്ങി പോയപ്പോഴേക്ക് പെട്ടെന്ന് ഒരു തലകറക്കം പോലെ വന്നങ്ങ് വീണെടുത്തൊന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ 2 പേര്. അന്ന് ഉപദേശിമാരൊന്നുമില്ല, ഇവിടെ അങ്ങ് വന്ന് ഉപദേശിമാരൊന്നുമില്ല. ഇതിലും ഒരു 2 കൂട്ടവും ഉദ്ദേശിച്ച് വിളിച്ചുകൊണ്ട് വന്ന് അവർ പ്രാർത്ഥിക്കാനൊക്കെ വന്നിട്ട് അവർക്ക് പ്രയാസങ്ങളായി. അവരുടെ ഒരു മോക്ക് പ്രസവത്തിൻ്റെ അസുഖമായപ്പോൾ അയാൾ ഈ കുഞ്ഞിനെ കൊട്ടാരക്കര ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ കണ്ടോണെന്നോട് ചോദിച്ചു, നിങ്ങളെവിടെ പോവുക? ഞങ്ങൾ ഇവിടെ വരിക, പ്രാർത്ഥിക്കാൻ വരിക, ഒരു കുഞ്ഞിന് സുഖമില്ല, പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളുടെ മോളെ അവിടെ കൊണ്ടുപോയി, നിങ്ങളുടെ മോളെ സുഖമില്ലാതെ ഇപ്പം കൊട്ടാരക്കര കൊണ്ടുപോയില്ലേ ആശുപത്രിക്ക്. അപ്പം നിങ്ങൾ അവിടെ പോയി അമ്മച്ചിട്ട് മോളെ കൊല്ലാൻ കൊണ്ടുപോയില്ലേ, പുറകോട്ട് പോകാൻ പറഞ്ഞു. 2 പേരും അങ്ങ് പോയി. ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ മോളെ തരുന്നുവെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുക, മരിക്കുക എന്ന് അവിടെ ആത്മാവ് നിത്യതയിൽ പോകും. ഞാൻ അവിടെ ജഡം ഞാനെടുത്ത് ഭൂമി ദാനം ചെയ്യും. ഞാൻ ഒരു മരുന്നും എൻ്റെ പുരാടത്തിൽ കയറ്റത്തില്ല, എൻ്റെ വീട്ടിലും കയറ്റത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുവാനിരുന്ന് പ്രാർത്ഥിക്കും തോറും കുഞ്ഞിനെ കൂടി കന്ന് മോനൊന്നും പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, പൊടിയാ. അങ്ങനെ എന്തായാലും കൊള്ളാം, ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 37 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. 37 അന്ന് ഒരു 10 മണിയായപ്പോൾ ഞായറാഴ്ചയാണ്. 2 പാസ്റ്റർമാർക്ക് ചോറ് കൊടുക്കണം, അത് വേറെ ഇടത്ത് കൊണ്ടു കൊടുക്കണം, ഇവിടെ വരികയില്ല കിട്ടും. അങ്ങനെ എൻ്റെ മോൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ എൻ്റെ അടുക്ക് വന്നു നിന്നോടനെ ഞാനങ്ങ് ഭയന്ന് പോയി. പെട്ടെന്ന് കണ്ണു തുറന്നു, കാണുന്നില്ല. പിന്നെയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നെ അടിക്കാനൊക്കെ ആളുകൾ വരുന്നുണ്ട്, എന്നെ തെറ്റുമായ വാക്കുകളൊക്കെ പറയുന്നുണ്ട്. മക്കൾ കൂടി പോകാണ്ട് കൊല്ലാനൊരുങ്ങുക, പ്രാർത്ഥിച്ചു കൊല്ലാൻ പോവുക എന്ന് പറയും. ആരുമില്ല, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ 37 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് അത്ര വലിയ കൃപയില്ലെങ്കിലും വിശ്വാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മോൾക്ക് കർത്താവ് പരിപൂർണമായ സൗഖ്യം തന്നു. ഇന്ന് നല്ല ഐശ്വര്യത്തോടെ നല്ല ആരോഗ്യത്തോടെ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. അങ്ങനെ ഒരുപാട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ തീരെയല്ലാത്ത രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ. ഒരു മോള് ഞാൻ തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ നിന്ന് വരുമ്പം ഒരു മോന് സുഖമില്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് മരുന്ന്. ഒരു മോടെ ഈ കാതങ്ങളായി പോയി. ഭയങ്കര ഒരു പനി അസുഖം പോലെ വന്ന് ഒരു ചൊറി സ്ഥലം ഇവിടെ അങ്ങ് കരപ്പം പിടിച്ച് അതിങ്ങ് ചെവി അങ്ങ് പഴുത്ത് അളിഞ്ഞ് വാടയായി. ഞാൻ വന്നപ്പം ഭയങ്കര വാട, ഒരുമാതിരി വല്ലാതെ വാട, കയറാനൊക്കാത്ത വാട. അങ്ങനെ ഞാൻ എന്തായാലും കൊള്ളാം ഇച്ചിരി വെള്ളം ചൂടാക്കി കൊണ്ടുവന്ന് ചെവിയിൽ കഴിയപ്പം ചെവി ഇവിടെ അങ്ങ് വിട്ടുപോയി. ചെവി വിട്ടുപോയി. അപ്പം ഈ മേക്കാതിങ്ങി പറഞ്ഞു പോയി. അങ്ങനെ അതിന് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞേച്ച് കാതെടുത്ത് വെളിച്ചെണ്ണ പുരട്ടി വെച്ച് പറ്റിച്ച് പ്രാർത്ഥിച്ചു. മോളത് എവിടെ ഉണ്ട് വിളിച്ചു ചോദിച്ചു. നല്ല സുഖമായിട്ട് കാര്യം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. ദൈവം അത്ഭുത സൗഖ്യം. അങ്ങനെ ഒരുപാട് സൗഖ്യമാണ്. പിന്നെ എനിക്ക് ഒരു വിശേഷത ഉള്ളത്, എൻ്റെ മൂത്ത മോൻ പാസ്റ്റ, അത് ഇരിക്കുന്ന മോൻ. രണ്ടാമത്തെ ഒരു മോനും പാസ്റ്റ. അവർ വിശ്വാസത്തിൽ സഭ കിട്ടി, അവർ പാസ്റ്റർമാരായി ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങളുമായിട്ട് അവർ ജീവിക്കുന്നു. ഒരു മോനും മോളും ഇപ്പം ബൈബിൾ ക്ലാസ് പഠിക്കുന്നു. ഇപ്പം 3ാമത്തെ വർഷമാണ്. 9 മക്കളെ സ്നാനപ്പെടുവാൻ ദൈവമിടയാക്കി. അതെനിക്ക് വലിയ സന്തോഷം. അതിൽ ഒരാൾ മാത്രം പിന്മാറ്റം നിൽക്കുന്നു.
അങ്ങനെ ഒരുപാട് സന്തോഷത്തിന് വക എൻ്റെ പിതാവ് എനിക്ക് തന്നു. അതെ. ഞാൻ ഒരു പുരാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നു, അതൊന്നും പറയാൻ നിങ്ങൾക്കൊന്നും പോകാനൊന്നും ഒക്കത്തില്ല. അവിടെ ഞാൻ അതൊന്നും പറയാനില്ല. പറഞ്ഞോ, 1-2 കാര്യങ്ങൾ പറഞ്ഞോ. അങ്ങനെ അവിടുന്ന് ഇവിടെ വന്ന് താമസമായപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുമ്പം എൻ്റെ 4ാമത്തെ മോളെ ഗർഭിണിയാണ്. 9ാമത്തെ മാസത്തിൽ ഞങ്ങൾ 2 മാസം താമസിക്കട്ടെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, മാറിയാൻ പറഞ്ഞു. അപ്പം ഇവരെല്ലാം പൊടികളാണ്, അവർ 3 പേരേ ഉള്ളൂ. 4ാമത്തെ മോള് അങ്ങനെ ഞങ്ങൾ ഇറക്കി വിട്ടപ്പോൾ ഒന്നുമില്ലാത്ത ഒരു രീതിയിൽ കൂടെ ഇവിടെ വന്നപ്പം ഭയങ്കര വള്ളിക്കുടിയിൽ കാടാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ ആരെയൊക്കെ വിളിച്ച് എല്ലാം ചുമപ്പിച്ച് ഇവിടെ കാട്ടിനകത്ത് കൊണ്ടിടുക. അങ്ങനെ ഇട്ട സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ, സംസാരിക്കാൻ പോലും വയ്യാത്ത ഒരു സാഹചര്യത്തിലായിരിക്കുക. വീടൊന്നുമില്ല. അപ്പം നമുക്ക് ഭക്ഷണമൊന്നും വെച്ച് കഴിക്കാൻ അരി അടുപ്പിലിടാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് അരി ഇടാൻ തുടങ്ങി. ചോറ് കൊണ്ടുവരണമെന്ന് അവർ പറഞ്ഞു. മോനും അപ്പുറത്തെ അടുക്കളയിൽ നിൽക്കുന്ന മോളും മൂത്ത മോളും കൂടെ പറഞ്ഞു ഞങ്ങൾക്ക് ചോറ് കൊണ്ടുവരണം അമ്മച്ചിയെന്ന് പറഞ്ഞു. ഞാൻ ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അരി വയ്ക്കാൻ പോയതാണ്. അരി വയ്ക്കാൻ സമ്മതിച്ചില്ല. 2 മക്കൾ 2 പേരും കൂടിക്കൊണ്ട് അവരുടെ മക്കൾ അങ്ങനെ മൺകട്ടയായിരുന്നു, എല്ലാം അടിച്ചുടച്ച് വിട്ടപ്പോൾ എനിക്ക് ചോറ് വയ്ക്കാൻ ഒക്കുന്നില്ല. അവിടുന്ന് ആ അരി വീണ്ടും പാത്രത്തിൽ തട്ടിയിട്ട് ഞാൻ വളരെ വിഷമിച്ച് ഇവിടെ വന്ന് ഇവിടെ വരുമ്പോൾ ഒരു 11-12 മണിയോളം ആയി. അപ്പം ഞാൻ ചോറും ചെയ്യുന്ന ഇവർ 2-3 പേരും കൂടെ ചോദിച്ച്. എനിക്ക് സംസാരിക്കാൻ ആ സമയത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ല. എങ്ങനെയാണ് പറയുന്നത്? കുഞ്ഞുങ്ങൾ ചോറ് ചോദിക്കുന്ന അരി എൻ്റെ കൈ പാത്രത്തിൽ ഇരിയുവാണ്, ചോറ് ചോദിക്കുന്ന ഞാൻ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്ന്. അപ്പം സാധനങ്ങളെല്ലാം ഭയങ്കര കാട്ടിനകത്ത് കൊണ്ടിടുക, ഇവിടെ വയ്ക്കുമ്പോൾ ഇങ്ങോട്ടോ കൊണ്ടും കളയുക. അപ്പോൾ അതൊന്നും വെക്കാനുള്ളൊരു സാഹചര്യം ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഉടനെ ഇവിടുത്തെ ഒരു ഒരു ചെറിയ മുതലാളിമാരുണ്ട്, ഒരാൾ വിളിച്ച് അച്ഛനെ വിളിച്ചുകൊണ്ട് പോയി. ആ കൂട്ടത്തിൽ കുഞ്ഞുങ്ങൾ 3 പേരും കൂടെ ഓടി അങ്ങ് പോയി. അവിടെ ഒരു പറങ്കാവ് ഉണ്ടെന്ന് അതിൻ്റെ അടുക്ക ഞാൻ നിന്ന്. അവ എന്നോട് പറഞ്ഞു ഇവിടെ അരി അടുപ്പ് ഇടാനായിട്ട്. അവർ 2 പേരും കൂടെ കുടിക്കൊണ്ട് വെള്ളം കൊണ്ടുവന്ന് അച്ഛൻ വെള്ളം കൊണ്ടുവന്ന് മുതലാളിയോട് ചേർന്ന് അടുപ്പിട്ട് വെള്ളം അടുപ്പ് വെച്ച് എന്നോട് അരി കഴുകിയിടാൻ പറഞ്ഞ് അരി കഴുകിയിട്ടിട്ട് ഞാൻ ഇവിടെ നിൽക്കുക. ആ സമയത്ത് വീടൊന്നുമില്ല, വെറുതെ 4 വശവും വെറും കാട്. നാട്ടിനകത്ത് 2-3 പോച്ച കുത്തി കളഞ്ഞപ്പോഴാണ് സ്ഥലം കിട്ടിയത്. അതിനകത്ത് ഉപയോഗിക്കുക ഞാൻ. ഇവരൊന്ന് പോയി. ഞാനിങ്ങനെ കരിക്കിട്ട് തരാമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചത്. ഞാൻ കരിക്കെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഓടി അങ്ങ് പോയി. ഞാൻ എവിടെ നിന്നുകൊണ്ട് ദൈവമായിട്ട് കുറേ നേരം സംസാരിക്കുകയാണോ പറയുകയാണോ എന്തുവെന്ന് എനിക്കറിയത്തില്ല. ആ രീതിയിൽ ഞാൻ നിൽക്കും. ഈ മുതലാളി അച്ഛനോട് പറഞ്ഞു കരിക്ക് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോയി. അച്ഛനോട് പറഞ്ഞ് കരിക്കിട്ട് പിള്ളേർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയ പാറകൾ ഇരിക്കുകയില്ലേ, അവിടെ മോളി വന്നിങ്ങനെ നോക്കി നിന്ന് ഞാനിവിടെ ഭയങ്കരമായിട്ട് ദൈവമായിട്ടങ്ങ് മല്ല് പിടിക്കുകയാണ്. അങ്ങനെ സമയത്ത് അയാൾ തിരിച്ച് അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ അരിയോട് പറഞ്ഞു അരിയും കലവും വാങ്ങിക്കൊണ്ട് അവർ കഞ്ഞി ഇവിടെ കളയിൽ വയ്ക്കട്ടെ, അവർ ഭയങ്കര നിലവിളി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കഞ്ഞിക്കലം കൊണ്ടുപോകാൻ ഞാൻ കഞ്ഞി എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മളെ വേണ്ട, ഞാൻ ഇനി എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-4:30-5 മണിയോടായപ്പോൾ അരിയൊക്കെ വെന്തു. ഒരു കരിക്കൊക്കെ തന്നു വിശപ്പൊക്കെ പോയത്. അങ്ങനെ വന്ന് ഞാൻ എങ്ങനെ ആഹാരം കൊടുക്കണമെന്നറിയാൻ വയ്യ. കറി വയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങുമൊക്കെ കിടക്കുന്നു. കാട്ടിനകത്ത് ഓരോരുത്തരോരുത്തർ കൊണ്ടങ്ങ് ഇട്ടിട്ട് പോവുക. ഞങ്ങളെ വഴക്കിനിടയിൽ നിന്ന് കൊണ്ടുവരിക. അപ്പം ഞങ്ങൾ ഒരു ഭാഗത്ത് അടുപ്പിക്കാനൊക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കത് എടുത്ത് പാചകം ചെയ്യാനൊന്നും പറ്റുന്നില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരം ഒരു 6 മണി ആ സമയത്ത് കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല. അപ്പോൾ ഈ കാട്ടിനകത്ത് ഈ പോച്ചയും കാടും ഭയങ്കര വള്ളിക്കുടലുമായിട്ടിരിക്കുന്നതിന് മുകളിലോട്ട് ഓല മെടഞ്ഞതുണ്ടായിരുന്നു ഇഷ്ടം പോലെ. മേയാനായിട്ട് സമ്മതിക്കാതിരിക്കുക. അപ്പോൾ ആ ഓല വാരി ഒരു 3-4 ഇടത്തായിട്ട് കട്ടിൽ പോലെ അങ്ങ് ഇട്ടിട്ട് നിങ്ങളിത് കയറി കിടക്കാൻ അച്ഛൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കയറി കിടന്ന് ഞാനിങ്ങനെ ഇവിടെ പറഞ്ഞു കർത്താവേ എനിക്കൊരു ഉറക്കം തരണം, എനിക്കത് മാത്രമേ അറിയാവൂ. ഞാൻ ഇത്രയും പറച്ച് കയറി കിടന്ന് ഉറങ്ങി. 5 ദിവസം ഞങ്ങളങ്ങനെ കിടന്നു. 5-ന് അന്നാണ് 10 സെൻറ്റ് പുരയുടെ അവിടെ ഇടപാട് ചെയ്ത് അതിനകത്ത് ഒരു മാടം കെട്ടി അന്ന് മുതൽ ഇന്ന് വരെയും ദൈവം അത്ഭുതമായിട്ട് നടത്തുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് ഒന്നുമില്ല, എനിക്ക് യാതൊന്നും ഇല്ലെങ്കിലും ശരിയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയാൻ ഇടയായതാണ് എനിക്ക് ഭാഗ്യം. അതേ ഉള്ളൂ എനിക്ക് ഭാഗ്യം. അല്ലാതെ അമ്മച്ചി പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ്. അതെന്നാന്ന് വെച്ചാൽ നമുക്ക് എന്തുണ്ടെങ്കിലും ദൈവത്തെ അറിയാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. അമ്മച്ചിക്ക് 9 മക്കളുണ്ട്. എല്ലാവരും തന്നെ വിശ്വാസത്തിലാണ്.
ദൈവത്തെ അറിയാനൊരു ഭാഗ്യം ലഭിച്ചു. അതൊരു ഭയങ്കര ഭാഗ്യം എനിക്കൊത്തു. അതേ ഉള്ളൂ എനിക്ക് സമ്പാദ്യം, എനിക്കൊന്നുമില്ല. എന്താ അമ്മച്ചിക്ക് ഈ മറ്റ് വിശ്വാസികളോടൊക്കെ പറയാനായിട്ടുള്ളൊരു സന്ദേശം എന്താണ്? ദൈവത്തെ അറിയണം, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. ദൈവം ആ ദൈവം മാത്രമുള്ള വിശ്വാസത്തിനായി നിൽക്കുന്ന ഒരാൾ ഈ ലോക ദേവന്മാരുടെ മുന്നിൽ മുട്ടുകുത്തുന്നതിനേക്കാളും എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. എല്ലാവരും ഇപ്പം പിന്നെ സൗകര്യങ്ങളും സാമ്പത്തികം നോക്കി പോവുക. ഒന്നുമില്ലേലും സ്വർഗത്തിലെ പിതാവിൻ്റെ അടുക്കളയൊക്കെ കൈ നിർത്തിയാൽ എല്ലാം നമുക്ക് ലഭിക്കും. ദൈവം എല്ലാം തരും, നമുക്ക് സമാധാനം തരും, സന്തോഷം തരും. ഞാൻ ആ സന്തോഷം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഈ ബൈബിളൊക്കെ വായിക്കാൻ കണ്ണും കാണാവോ അമ്മച്ചിക്ക്? ബൈബിളൊക്കെ വായിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വായിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്. അമ്മച്ചി എവിടെ പോയാലും ബൈബിളുമായിട്ടേ പോവുള്ളൂ. ബൈബിൾ എൻ്റെ കൂട്ടാണ്. ബൈബിൾ എപ്പോഴും കൂടുന്നത്. അപ്പോൾ ഈ അമ്മച്ചി ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ എന്തൊരു സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും? ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ അമ്മച്ചിയുടെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അമ്മച്ചി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. ഇപ്പോൾ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്നു അമ്മച്ചിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് തോന്നിയാൽ അമ്മച്ചി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിക്കും. ഇനി അമ്മച്ചി ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 1-2 പാട്ടും കൂടെ ഒന്ന് പാടിക്കുക ആളുകൾക്ക് കേൾക്കാൻ പാകത്തിന്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അമ്മച്ചിയുടെ നമ്പർ, അമ്മച്ചിയുടെ മോളുടെ ആണ് നമ്പർ ഇതിൻ്റെ അകത്ത് ഇടും. അപ്പം നിങ്ങൾക്ക് ഈ അമ്മച്ചീനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യാം. അത് ഞാൻ പറയാനൊരു കാരണമുണ്ട്. ഞാൻ ഈ മുണ്ടക്കയത്തിനടുത്ത് 110 വയസ്സുള്ള ഒരു അപ്പച്ചനെ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്തു കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യം അപ്പച്ചൻ മരിച്ചുപോയി. 110 വയസ്സുള്ള അപ്പച്ചൻ ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഞാൻ അപ്പച്ചൻ്റെ ഫോൺ നമ്പർ ഇട്ടില്ല, കാരണം വേറെ ആരും വിളിച്ച് അത്രയും പ്രായമുള്ള ആളല്ലേ. പക്ഷേ എന്നെ ഒരുപാട് പേര് ഈ അപ്പച്ചൻ്റെ നമ്പർ ഒന്ന് തരാമെന്ന് ചോദിച്ച് വിളിച്ചു, അപ്പച്ചനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാനാണ്. അപ്പം ഞാനിപ്പോൾ പറയുകയാണ്, ഈ അമ്മച്ചിയുടെ ഫോൺ നമ്പർ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അമ്മച്ചിയെ വിളിക്കാം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയാം, അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇനി എന്തെങ്കിലും അമ്മച്ചിക്ക് ഈ പൊതുജനങ്ങൾ അറിയണമെന്ന ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ടോ? വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മച്ചിക്ക് ഇത്രയും പ്രായമായി, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാത്തത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? എനിക്ക് ദൈവത്തെ അറിയണം എന്നുള്ള ഏക ചിന്ത, അതാണ് ഏറ്റവും നിലനിൽക്കുന്ന ഒരു കാര്യം. നശിച്ചു പോകുന്ന ലോകത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി ഓടുക. നമ്മൾ ഈ ലോകത്തിൽ എന്ത് സമ്പാദിച്ചാലും ഒന്നുമില്ല, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ദിവസം പോകണം അല്ലേ? അമ്മച്ചി ഒരു പാട്ട് പാടിക്കുക, നല്ല 1-2 പാട്ടുകളൊന്ന് പാടിക്കേ. എന്നെ വീണ്ടെടുത്തവനെ എന്നെ യേശുവേ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നു. അന്യനും പരദേശിയും ആയിരുന്ന ഞാൻ ദൈവത്തിൻ മകളായിപ്പോൾ. എന്നെ വീണ്ടെടുത്തവനെ എന്നെ യേശുവേ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നു. ക്രൂശുമരണം മൂലം പിതാവിനോടെന്നെ നിരപ്പിച്ചോനെ, ക്രൂശിനെ സഹിച്ചവനെ എനിക്കായി പാടുകളേറ്റവനെ. തങ്കനീണം ചൊരിഞ്ഞു എൻ്റെ രക്ഷകൻ എന്നെയും പൂക്കിടുവാൻ. അന്യനും പരദേശിയും ആയിരുന്ന ഞാൻ ദൈവത്തിൻ മകളായിപ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനെ രക്ഷിച്ച പാട്ടൊക്കെ ഇതൊക്കെ നല്ല പാട്ടുകളാണ്. തൻ്റെ പ്രധാന ദൂതനാകുന്ന മിഖായേൽ കാകേളങ്ങേളൂതിടുമ്പോൾ പൂതലം വിറയ്ക്കുമേ. കാകേളങ്ങേളൂതിടുമ്പോൾ പൂതലം വിറയ്ക്കുമേ. പൂതലമോ കൊടുങ്കാറ്റിനാലിളകിടും. പൂതലമോ കൊടുങ്കാറ്റിനാലിളകിടും. കടലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. കടലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. അപ്പോൾ തന്നെ ദൂരത്തായവർക്കു ഭീതിയേ. അപ്പോൾ തന്നെ ദൂരത്തായവർക്കു ഭീതിയേ. ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ തേടുമേ. ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ തേടുമേ. തന്നാൽ മുദ്ര കൊത്തപ്പെട്ട ശുദ്ധിമാന്മാരോ. തന്നാൽ മുദ്ര കൊത്തപ്പെട്ട ശുദ്ധിമാന്മാരും
തൻ്റെ ശബ്ദം കേൾക്കും നേരം അങ്ങല്ലേലൂയ പാടുമേ. തൻ്റെ ശബ്ദം കേൾക്കും നേരം അങ്ങല്ലേലൂയ പാടുമേ. കുന്നേ മാൻകീടാവു പോലെ തുള്ളി ചാടിയിടോ. കുന്നേ മാൻകീടാവു പോലെ തുള്ളി ചാടിയിടോ. എൻ്റെ പൊന്നേശുരാജൻ വരുന്നേതിരേൽപ്പാനൂരുങ്ങുക. എൻ്റെ പൊന്നേശുരാജൻ വരുന്നേതിരേൽപ്പാനൂരുങ്ങുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അപ്പോൾ അമ്മച്ചി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ കേൾക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടും എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ കൂടെ വന്ന രമേശ് നായർ ബ്രദറുണ്ട്, അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ അമ്മച്ചി ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. എല്ലാവരും അനുഗ്രഹിച്ച് ഈ വീഡിയോ കാണുന്ന ആളുകളൊക്കെ അമ്മച്ചി ഒന്ന് അനുഗ്രഹിച്ച് ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയപിതാവേ, ഈ വയ്യവരയിൽ ഹല്ലേലൂയ സ്തോത്രം. 3 മണി സമയത്ത് എൻ്റെ കർത്താവിൻ്റെ പാതപ്പെടുത്തി ഞങ്ങൾ കടന്നു വരികയാണ് നാഥ. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. മരിച്ചവരും മോഴ്ത്തിറങ്ങിയവരും ആരും നിന്നെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനോട് ശേഷിച്ച് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ അപ്പത്തിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ ഈ സമയം ഞങ്ങൾക്ക് ലഭിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ മക്കൾ കടന്നു വന്ന് ഹല്ലേലൂയ നിൻ്റെ കർത്താവിൻ്റെ ദാസനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് കൂട്ടാളിയായി വന്ന മോനെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. അടിയൻ്റെ മോൻ കർത്താവേ ഹല്ലേലൂയ കടന്നു വന്നു. അങ്ങനെ 3 പേരും കൂടി ഹല്ലേലൂയ സ്തോത്രം കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കടന്നു വന്ന് ഞങ്ങൾക്ക് ഒന്നിച്ച് സംസാരിപ്പാനും പാടുവാനും കർത്താവിൻ്റെ വചനം പറയുവാനും ഒക്കെ ഈ വിളിയൊക്കെ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എഴുതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെയുമായിരിക്കുന്ന ഓരോ സ്ഥാനത്ത് സ്വർഗ്ഗത്തെ ദൈവരെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ സൂക്ഷിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. അത്ഭുതത്തിന് ദൈവമായി നിന്നെ വഴി നടത്തിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനവധി രോഗങ്ങൾക്ക് എൻ്റെ കർത്താവ് എനിക്ക് വിടുതൽ തന്ന് സഹായിച്ച ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എൻ്റെ പിതാവിനെ ഉയർത്തി കാണിക്കുവാൻ ഈ സമയം അടിയൻ സഹായിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ സ്തോത്ര. ആമേൻ. കർത്താവെ, നിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്ന നാഥ, കൈവിടരുതെന്ന് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. കർത്താവെ, അടിയന് ഈ ലോകത്തിൽ ഒന്നുമില്ല നാഥ, എല്ലാ അപ്പറ്റും മാത്രമായിരിക്കാൻ നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും ദൈവത്തെ അറിയുവാൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റി നന്ദിയോടെ സ്തോത്ര. എല്ലാവരും ദൈവത്തെ ജലത്തിൽ സാക്ഷിക്കുവാൻ ഇടയായതോർത്ത് സ്തോത്ര. എല്ലാവരും കർത്താവെ കുഞ്ഞുങ്ങളൊക്കെയും വചനവുമായി കടന്നു പോകുമ്പോൾ സന്തോഷിപ്പാൻ തക്കവണ്ണം ദൈവം വഴി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഹല്ലേലൂയ അനേക ഭവനങ്ങളിൽ കടന്നു ചെല്ലുവാൻ കർത്താവേ സ്തോത്രം കാറുള്ളവരായി കാണുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും കടന്നു പോകുമ്പോൾ കർത്ത ബൈബിളുമായി ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഞാൻ സന്തോഷമുള്ളവളായി തുള്ളിച്ചാടുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും ഹല്ലേലൂയ തിരുവചനവുമായി കടന്നു പോകുന്നു. എൻ്റെ മക്കളും കൊച്ചുമക്കളും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു പോകുന്ന കാണുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്, ആനന്ദിപ്പാൻ വകയുണ്ട്. എൻ്റെ മക്കളെയും പ്രസംഗിക്കുന്ന കേൾക്കുവാൻ എനിക്കിടയായി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്ഭുതമാണെന്ന് പറയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ മോൻ കർത്താവെ ഇപ്പോൾ ഹല്ലേലൂയ ആമേൻ കർത്താവെ ഹല്ലേലൂയ മദ്യപാനത്തിന് അടിമയായിരുന്ന എൻ്റെ മോൻ കർത്താവെ സ്തോത്രം കടന്നു വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായി ഹല്ലേലൂയ ദൈവവചനം ഘോഷിക്കുന്ന കേൾക്കുവാൻ, ഹല്ലേലൂയ ദൈവവചനമായി ഹല്ലേലൂയ പ്രസംഗിക്കുന്ന കേൾക്കുവാൻ, കർത്താവിൻ്റെ മേശയെ അനുഭവിക്കുന്ന കാണുവാൻ, എൻ്റെ മോനെ കാണുവാൻ എനിക്കിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബമായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവേല ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെയും പെട്ടവൻ ചുമന്നും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷമുള്ളതായിരിക്കുന്നു. എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല കർത്താവ്, എൻ്റെ യേശു അപ്പത്തിനല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല. എൻ്റെ പിതാവേ, നീ സഹായിപ്പാൻ ശക്തനായിരിക്കുക. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ച് പോലും വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരെ തീരുവാൻ
പഠിക്കുവാൻ എൻ്റെ പിതാവോട് നിന്ന് സഹായിക്കുമാറാകണമെന്ന് വന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ദൈവദാസനിമാരെ ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പോക്ക് വരവ് ഇടപാടുകളിൽ അവരുടെ വാഹനങ്ങളിലെല്ലാം കർത്താവ് കാവലായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പൻ്റെ പൊന്നുമാറോട് ചേർന്ന് കർത്താവ് അടിയനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക സങ്കീർത്തനങ്ങൾ വായിക്കുവാൻ പിന്നെയും പഠിക്കുവാൻ ആഗ്രഹിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ ഹല്ലേലൂയ. കർത്താവ് 10-20 സങ്കീർത്തനം മനപ്പാഠം പഠിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എനിക്കിടയാക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്ര. വിദ്യാഭ്യാസമുള്ളവർക്ക് സാധിക്കാത്ത കാര്യം സ്വർഗ്ഗത്തിൽ ദൈവം ഹല്ലേലൂയ അടിയനെ സാധിപ്പിച്ച് തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റ് നന്ദിയോടെ സ്തോത്ര. എൻ്റെ കർത്താവ് നല്ലവനും വിശ്വസ്തനുമായി എന്നെ ഓരോ ദിവസവും നടത്തുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവൻ ചെയ്ത ഉപകാരങ്ങൾ വർണ്ണിക്കുവാൻ എൻ്റെ നാവാൽ കഴിവില്ല. സ്വർഗ്ഗത്തെ പിന്നെ സ്നേഹിക്കുന്ന വിധങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കന്മാർ കൈവിടും, സ്വന്തക്കാർ ചാർച്ചക്കാരൊക്കെയും കൈവിടുമെങ്കിലും കൈവിടാത്തൊരു വീണ്ടെടുപ്പുകാരനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ഇടയായി തന്ന വലിയ പത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പൊന്നപ്പത്തിൻ്റെ മാർവിൽ മറയുന്നു. നിൻ്റെ കൃപയിൽ മറച്ചു കൊള്ളണം, വരവിന് വേണ്ടി ഒരുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.